സിയാർത്തിന് പോകുന്ന കോടിക്കണക്കിൽ മുസ്ലിമീങ്ങളില്ലേ? ഇവിടെ സിയാർത്ത് ചെയ്യാൻ വരുന്നു നൂറുകണക്കിൽ ആളുകൾ. റൗള ശരീഫിൽ കോടിക്കണക്കിൽ മുസ്ലിമീങ്ങൾ സിയാർത്ത് ചെയ്യാൻ പോകുന്നു. ആ സിയാർത്തിന് പോകുന്ന മുഴുവൻ മുസ്ലിമീങ്ങളും ചൊല്ലാൻ ആ റൗള ശരീഫിന്റെ ചുമരിൽ എഴുതി വെച്ചു. എന്ത്? നഫ്സിൽ ഫിദാഉ ഖബ്രിൽ അൻത സാകിനുഹു ഫീഹിൽ അഫാബു ഫീഹിൽ ജൂദു വൽ കറമു. നഫ്സി, അവിടെ കയറി ചെല്ലുന്ന മനുഷ്യന്മാർ ഖുർആൻ ഓതി ദുആ ചെയ്യുന്നതിന്റെ പുറമെ, ആരം റസൂലുള്ളാഹിക്ക് സലാം പറയുന്നതിന്റെ പുറമെ, പ്രാർത്ഥിക്കുന്നതിന്റെ പുറമെ അവർ പറയണം നഫ്സി, എന്റെ ശരീരം. കയറി ചെല്ലുന്ന ഓരോ മുസ്ലിമീങ്ങളും പറയട്ടെ നഫ്സി, എന്റെ ശരീരം. ഫിദാഉൽ ഖബ്രിൻ, ഞാൻ ഈ ഖബറിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാ. റൗള ശരീഫിന്റെ ചുമരിൽ എഴുതിയ വരിയാണിത്. എന്റെ ശരീരം ഈ ഖബറിന് ഞാൻ സമർപ്പിക്കുന്നു. എന്താ ആ ഖബറിന്റെ പ്രത്യേകത? അന്ത സാക്കിനുഹു, മുഹമ്മദ് നബിയെ നിങ്ങളാണ് ഈ ഖബറിൽ താമസിക്കുന്നത്. ആരം റസൂലുള്ളാഹി താമസിക്കുന്ന ഖബറാണിത്. ആ ഖബറിന്റെ മുമ്പിൽ എന്റെ ശരീരം ഞാൻ സമർപ്പിക്കുന്നു. എന്തിനാണ് ഖബറിന്റെ മുമ്പിൽ ശരീരം സമർപ്പിക്കുന്നത്? എന്താണ് അതിന്റെ ആവശ്യം? ഫീഹിൽ അഫാബു ഫീഹിൽ ജൂദു വൽ കറമു, എല്ലാ ഗുണങ്ങളും അല്ലാഹു തആല പൊട്ടിയൊഴുകിപ്പിക്കുന്നത് ഈ ഖബറിന്റെ ഉള്ളിൽ നിന്നാ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും അല്ലാഹു അനുഗ്രഹമായി നിശ്ചയിച്ച പ്രവാചകനാ. ആരം റസൂലുള്ളാഹിന്റെ കാലത്തുള്ള സ്വഹാബിമാർക്ക് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിമാരായ മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, മനുഷ്യകുലത്തിന് മാത്രമല്ല, ജീവികൾക്ക് മാത്രമല്ല, ലോകത്തിന് മുഴുവനും അല്ലാഹു അനുഗ്രഹമായി നിയോഗിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ഖബറിനരികത്ത് വെച്ച് ചെല്ലാൻ റൗള ശരീഫിന്റെ ചുമരിൽ സഊദി ഭരണകൂടത്തിന്റെ കയ്യിലുള്ള മസ്ജിദുൻ നബവിയാണ്. നിങ്ങൾ ആലോചിക്കണം, മസ്ജിദുൻ നബിയിൽ എഴുതി വെച്ചിരിക്കുന്നു, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഫീഹിൽ അഫാബു ഫീഹിൽ ജൂദു വൽ കറമു, എല്ലാ ഗുണങ്ങളും ഈ ഖബറിന്റെ ഉള്ളിൽ നിന്നാണ് അല്ലാഹു പൊട്ടിയൊഴിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ ശരീരം നീ ഖബറിന് സമർപ്പിക്കുന്നു. മുഹമ്മദ് ഇലാഹാണെന്നല്ല, മുഹമ്മദ് പടച്ചവനാണെന്നല്ല, അല്ലാഹു നൽകുന്ന അനുഗ്രഹം ഇവിടെ നിന്നാണ് പൊട്ടിയൊഴുകുന്നത്. അതുകൊണ്ട് എന്റെ ശരീരം ഞാനിതാ ഇതിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. മസ്ജിദുൻ മദീനത്തെ സഊദി ഗവൺമെന്റിന്റെ ഭരണകൂടത്തിന്റെ കീഴിലുള്ള മസ്ജിദുൻ നബവി, മസ്ജിദുൻ നബവിന്റെ ഉള്ളിലുള്ള റൗള ശരീഫിന്റെ ചുമരിൽ കാണുന്ന വരിയാണ്. അവിടെ അതിന് കുഴപ്പമില്ല. ഇവിടെ വരുമ്പോ അത്തരം ആളുകൾ പറയുന്നു ശിർക്ക്, ഇതൊന്നൊരു ശിർക്കാ. മഹാന്മാരെ മദദ്, ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങൾ പറഞ്ഞതുപോലെ മഹാന്മാരെ ഖബറിനരികത്ത് അല്ലാഹു തആല വർഷിപ്പിച്ചു കൊടുക്കുന്ന മദദ് ആ ഖബർ സിയാറത്ത് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്ക് ലഭിക്കുന്നു. അവിടെ വെറുതെ പോയി നിൽക്കുന്നവർക്ക് ലഭിക്കും. അതുകൊണ്ട് ആ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല വഫാത്താകുമ്പോൾ സ്വന്തം മകൾ ആയിഷ റളിയല്ലാഹു തആലയോട് പറഞ്ഞു, ആയിഷ, ഞാൻ മരിച്ചാൽ നീ എനിക്ക് ചെയ്യേണ്ട ഒരു ഗുണം എന്താണെന്നറിയാമോ? ആരം റസൂലുള്ളാഹിന്റെ റൗള ശരീഫിൽ ആ റസൂലുള്ളാഹിന്റെ ഖബറിനരികത്ത് എന്നെ മറവ് ചെയ്യണം കേട്ടോ. മഹാന്മാരെ ഖബറിനരികത്ത് ഒരു പമുറുമില്ലെങ്കിൽ, ആരം റസൂലുള്ളാഹിന്റെ ഖബറിനരികത്ത് ഒരു സ്ഥാനവുമില്ലെങ്കിൽ അവിടെ മറവ് ചെയ്യണമെന്ന് അബൂബക്കർ സിദ്ദീഖ് വാശി പിടിക്കുന്നതൊരു പോയത്വമല്ലേ? അവിടെ മറവ് ചെയ്യണമെന്ന് അബൂബക്കർ സിദ്ദീഖ് ആവശ്യപ്പെടുന്നത് വിഡ്ഢിത്തരമല്ലേ? അബൂബക്കർ സിദ്ദീഖ് ഒരു വിഡ്ഢിത്തരം ആവശ്യപ്പെട്ട മുഴുവൻ സഹായിമാരും അത് അംഗീകരിച്ചു കൊടുക്കുമോ? ലോകത്തിന് തെറ്റിദ്ധാരണ വരുമെന്ന് മനസ്സിലാക്കി സിദ്ദീഖുൽ അക്ബറിന്റെ ഖബർ അവിടെ നിന്ന് മാറ്റുകയില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കും, മുഴുവൻ സഹാബിമാരും ഒരു കുട്ടിക്ക് പോലും എതിർപ്പില്ലാതെ സിദ്ദീഖിന്റെ ആഗ്രഹം അത് പൂവണിയിക്കുന്നു. ആരം റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികത്ത് കൊണ്ടുപോയി മറവ് ചെയ്യുന്നു. സിദ്ദീഖ് മാത്രമല്ല, സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ്
അബൂലുലുത്തിന്റെ കടാരിക്കുത്തേറ്റ് മരണപ്പെട്ടപ്പോൾ ആ ഉമർ ഫാറൂഖും വസിയത്ത് ചെയ്തു, ആരും റസൂലുള്ളാഹിന്റെ ഖബറിനരികത്ത് എന്നെ കൊണ്ടുപോയി മറവ് ചെയ്യണേ. നിങ്ങൾ ചിന്തിച്ചോക്ക്, എന്തിനാണ് ഈ രണ്ട് മുസ്ലിം നേതാക്കള് നേരം റസൂലുള്ളാഹിന്റെ അരികത്ത് കൊണ്ടുപോയി മറവ് ചെയ്യാൻ ആവശ്യപ്പെട്ടത്? ആരം റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷിപ്പിക്കുന്ന മദദ് ഗുണം ആ ഖബറിന്റെ അരികത്ത് കിടക്കുന്ന ആളുകൾക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ? ഒരു ദിവസത്തെ സിയാറത്തല്ല, ഒരു മാസം ഇവിടെ ഇരുന്ന് കത്തമോതുന്ന പരിപാടിയല്ല. ഖിയാമത്ത് നാൾ വരെ ആ റസൂലുള്ളാഹിന്റെ അരികത്ത് കിടക്കണം, അല്ലാതെ രക്ഷപ്പെടുകയില്ലെന്ന് ചിന്തിച്ചത് ആരാ? ഒരു കേവല മുസ്ലിമാണോ? ഒരു സാധാരണ വലിയാണോ? ഒരു ഖുത്ബുൽ അഖ്താബാണോ? മഹാനായ സിദ്ദീഖുൽ അക്ബർ ഉമർ ഫാറൂഖുമല്ലേ? ഇതിനേക്കാൾ വലിയ മഹാന്മാർ ഈ സമുദായത്തിൽ വേറെ ആരാ ഉള്ളത്? അതാണ് ഇമാം ബൂസരി പറഞ്ഞതും, യാ അക്റമൽ ഖൽഖി വാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദഹുലുൽ ഹാരിസിൽ ലബിബി. സൃഷ്ടികളെ കൂട്ടത്തിൽ നമുക്ക് അഭയം അസ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാം. ആ റസൂലുള്ളാഹിന്റെ മദ്ഹ് നമ്മൾ പറയണം, ആ റസൂലുള്ളാഹിനെ നമ്മൾ പ്രിയം വെക്കണം. ആ റസൂലുള്ളാഹിന്റെ രക്ഷയല്ലാതെ മുസ്ലിമീങ്ങൾക്ക് വേറെ രക്ഷയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയം പടച്ച തമ്പുരാൻ പോലും ആഗ്രഹിക്കുന്നു എന്നല്ലേ ഖുർആൻ പഠിപ്പിച്ചത്? വലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ ഫവല്ലി വജ്ഹക സത്റൽ മസ്ജിദിൽ ഹറാം. ഓ നബിയേ, ബൈത്തുൽ മുഖദ്ദിസിലേക്കായിരുന്നു നേരത്തെ അല്ലാഹുവിന്റെ റസൂലും സഹാബിമാരും തിരിഞ്ഞ് നിസ്കരിച്ചിരുന്നത്. പക്ഷേ റസൂലുള്ളാഹിന്റെ ഖൽബിൽ ഒരാഗ്രഹം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർമ്മിച്ച കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ നമ്മൾ ഇന്ന് നിസ്കരിക്കുന്നത് പോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ ആരംഭ റസൂലുള്ളാഹിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരാഗ്രഹം. അല്ലാഹുവിന്റെ റസൂലിന്റെ ആഗ്രഹം അതാണെന്ന് അല്ലാഹു തആലക്ക് അറിയാമല്ലോ. അല്ലാഹു പറഞ്ഞത് കേട്ടോ, നിങ്ങൾ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ ഫവല്ലി വജ്ഹക സത്റൽ മസ്ജിദിൽ ഹറാം. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചിട്ടില്ല, അല്ലാഹുവിന്റെ റസൂൽ ആവശ്യപ്പെട്ടിട്ടില്ല, മനസ്സിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചിട്ട് പറഞ്ഞു, നബിയേ, കഅബത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഞാൻ നിങ്ങളുടെ ആഗ്രഹം മാനിക്കുന്നു. നിങ്ങൾ ഇന്നു മുതൽ കഅബത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു കൊള്ളുക. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹം പടച്ച തമ്പുരാൻ അംഗീകരിച്ചു. പ്രിയപ്പെട്ട വദർമാരെ, ഈ മുജാഹിദിന്റെ ആഗ്രഹമോ സ്നേഹമോ ആരംഭ റസൂലുള്ളാഹിക്ക് ആവശ്യമില്ല. നിങ്ങൾ ചിന്തിക്കണം, മൗലിദ് ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് ഏത് സമയത്തും മദ്രബൈത്ത് ചെല്ലുന്നു, ബുർദ ചെല്ലുന്നു, മൗലിദ് ചെല്ലുന്നു, ഏത് സമയത്തും മൗലിദിനോട് അമിതമായ താല്പര്യം കാണിക്കുന്നു. എന്തുകൊണ്ട്? സ്വഹാബത്തിന്റെ ചരിത്രം അതാ. ആരംഭ റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതുന്നതിൽ ഏറ്റവും മുമ്പന്തിയിലായിരുന്നു ബഹുമാനപ്പെട്ട സ്വഹാബത്ത്. ഞാനത് വിശദീകരിക്കല്ല. സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും പരിശോധിച്ചാൽ മഹാന്മാരായ സ്വഹാബിമാര് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ പോലത്തെ, ഹസ്സൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ പോലത്തെ ഏറ്റവും പ്രമുഖന്മാരായ സ്വഹാബിമാരുടെ നേതൃത്വത്തിൽ ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദ് മദീനത്തെ പള്ളിയിൽ വെച്ച് നടക്കുന്നു. ബുഖാരിയിലും മുസ്ലിമും ഉള്ളതാ. മൗലിദ് ഓതിയത് മാത്രമല്ല, അന്ന് അവർ ഓതിയ മൗലിദ് സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും ഇന്നും പകർത്തപ്പെട്ടിരിക്കുന്നു. ഹജൗത മുഹമ്മദൽ ഫഅജബ്തു അൽഹു വഇൻദല്ലാഹി ഫീദാകൽ ജസാഉ ഹജൗത മുഹമ്മദൽ ബർറൻ തഖിയാ റസൂലുള്ളാഹി ശിബത്തുൽ വഫാഉ
ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദ്. അന്ന് ഹസ്സാൻ ബിൻ സാബിത്തിന്റെയും അബൂ ഹുറൈറ തങ്ങളുടെയും നേതൃത്വത്തിൽ നടന്ന മൗലിദ് ബുഖാരിയിലും മുസ്ലിമിലും ഇന്നും കാണാം. അന്ന് തുടങ്ങിയതാ. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു മൗലിദിന്റെ ശബ്ദം ഒന്ന് ശക്തിപ്പെട്ടപ്പോ അരികത്തിരിക്കുന്ന ഒരാൾക്ക് സംശയം. അയാൾ മെല്ലെ കണ്ണുകൊണ്ടൊന്ന് നോക്കി. പള്ളിയിൽ വെച്ച് ഇത്രയും ശബ്ദത്തിൽ മൗലിദ് ഓതാൻ പാടുണ്ടോ? പള്ളിയിൽ വെച്ച് മറ്റുള്ളവർക്ക് ഇതുകൊണ്ട് വിഷമം നേരിടുകയില്ലേ? അതുകൊണ്ട് ഉച്ചത്തിൽ മൗലിദ് ഓതുന്നതിന്റെ നിയമമെന്ന് എന്ന അർത്ഥത്തിൽ ആ കൂട്ടത്തിൽ ഒരാൾ നോക്കി. ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു മറുപടി പറഞ്ഞു, ആരംഭ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലും ഈ പള്ളിയിൽ വെച്ച് ഇതേ രൂപത്തിൽ ഉച്ചത്തിൽ മൗലിദ് ഓതാറുണ്ട്. അരികത്തിരിക്കുന്ന അബൂ ഹുറൈറയോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അവർക്ക്, നമ്മൾ മൗലിദ് റസൂലുള്ളാഹിന്റെ കാലത്തും ഓതാറില്ലേ? ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ പറഞ്ഞു, നഅം വല്ലാഹി, യാതൊരു സംശയവുമില്ല. അല്ലാഹു തആല സത്യം ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളോട് ഉറപ്പെടുത്തുന്നു, റസൂലുള്ളാഹിന്റെ കാലത്തും ഈ മൗലിദ് ഞങ്ങൾ ഓതാറുണ്ട്.